ആലിമീങ്ങളെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളെ കുറ്റം പറയലല്ല, ആലിമീങ്ങളെ തിരുത്തലാണ്. അത് കൈവിടുള്ളവർ തിരിച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമില്ല, എല്ലാ കാലത്തുള്ളതാണ്. ഒസവപ്പാന്റെ കാലത്ത് ഒസവപ്പാന്റെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ലേ? 100ഓളം പണ്ഡിതന്മാർ അവരെ ബഹുമാനപ്പെട്ട ഒസവപ്പാപ്പ തർബീയത്ത് ചെയ്തിട്ടില്ലേ? അവർ മുട്ടുമടക്കിയിട്ടില്ലേ? എല്ലാ കാലത്തുണ്ട്. അബൂ ഇസ്സത്തുൽ ഇസ്ലാമിനെ ആ നാട്ടിലെ പണ്ഡിതന്മാര് 7 വട്ടം പപ്പനെ നാടെടുത്തിങ്ങനെ. ഓലൊക്കെ പണ്ഡിതന്മാർ വരാൻ പറ്റുമോ? ഓലൊക്കെ അബൂ ഇസ്സത്തുൽ ഇസ്ലാമി അള്ളാഹിനെ നാടെടുത്ത ആൾക്കാരെ ഓലും മൂല്യന്മാരനല്ലേ? അതും പണ്ഡിതന്മാരാണ്. ഫക്കീഹിൻ ജാഫി എന്നാ പറഞ്ഞിരിക്കണേ, ഉണക്ക മൂല്യര്. അപ്പൊ അങ്ങനത്തെ മൂല്യന്മാരുണ്ട്. അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഉമ്മത്തിന് എത്തിക്കുന്ന ആൾക്കാരെ കുറിച്ചാ പണ്ഡിതൻ എന്ന് പറയാ. എന്നല്ലാതെ കാണാതെ പഠിച്ച കിതാബ് കാണാടിച്ച വയലറിന് അത് വിറ്റ് കാശുണ്ടാക്കുന്ന, അതായത് ജോലി ചെയ്യാൻ വേണ്ടി ദീൻ ഉപയോഗിക്കുന്നവരെ കുറിച്ചല്ല. ഒരാള് പിന്നെ എഞ്ചിനീയർ പണി എടുക്കുന്നുണ്ട്, അതിന് പഠിച്ച് മാഹിറായി, അത് ചെയ്യണു. ഇയാൾ തന്നെ കിതാബ് ഓതി പഠിച്ച് എന്നെ വയൽ പറയാനും ബൈത്തോതാനൊക്കെ പഠിച്ചു, ആ രീതിയിൽ കുത്തുപോതാൻ പഠിച്ചു, കുത്തുപോതിന് അയാൾ അങ്ങനെ പൈസ ഉണ്ടാക്കണ്. അപ്പൊ ഇയാളൊരു യൂണിയനിൽ പെട്ട ആളാണ്, മറ്റേ ആള് ഉലമാ യൂണിയനിൽ പെട്ട ആളാണ്. അതുകൊണ്ട് ആലിമീങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സത്യം തന്നെ, എല്ലാവർക്കും അറിയാം, പണ്ഡിതന്മാർക്കും അറിയാം, ഇങ്ങനെ ഓരോർക്കും അറിയാം. അപ്പൊ ഞാൻ ഇതിന് യോഗ്യനല്ലാന്ന് ഓൽക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സാധാരണക്കാരെ പൊട്ടിസാക്കാൻ വേണ്ടി ആലിമീങ്ങൾ എത്തിച്ചൊന്നും വേണ്ടാരോ. എല്ലാ ആലിമീങ്ങളും നെഞ്ഞത്ത് കയ്യൊക്കെ തരപ്പാവ് കറക്റ്റ് ആണോ? ഞാൻ ഇമാമക്കും മസ്മൂക്കിങ്ങളെ താകുന്നാ പറയണേ, എന്നെ കൊണ്ട് അത് കെജിയോ? നിസ്കരിക്കുമ്പോ അള്ളാനെ ഓർക്കുന്നുണ്ടോ, അതല്ല വിജ്ഞാവാണോ ഓർക്കണത് എന്നൊക്കെ ഞാൻ എന്റെ നിസ്കാരം വൈകുന്ന നരകത്ത് കാണോ? ഈ ഉമ്മത്തിനെ ഞാൻ നശിപ്പിക്കോ? ഞാൻ കാളിയാണ്, ഞാൻ നിക്കായി തുറക്കുന്നുണ്ട്, ഞാൻ നല്ലവനാണോ, ഞാൻ മുനാഫിക്കാണോ എന്നൊക്കെ പണ്ഡിതന്മാർ നോക്കണത് നല്ലതാ.